എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേതൊരു ഹോം ടൂറാണ് കേട്ടോ. ഞങ്ങൾ ഈ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 7 വർഷമായിട്ടുണ്ടാവും. ആ സൈഡിൽ കാണുന്നത് ഓപ്പൺ സിറ്റൗട്ട്, കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ലിവിങ് റൂമാണ് കേട്ടോ. ഈ കിട്ടിയിരിക്കുന്നത് മുഴുവനും ദച്ചുവിനും രഞ്ജുവണനാണ്. അധികവും ദച്ചുവിൻ്റെയാണ്. കരാട്ടെ, ബാസ്കറ്റ് ബോൾ, ഡാൻസ് ഇതിനൊക്കെ കിട്ടിയതാണ്. പപ്പയമ്മയൊക്കെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാണുന്ന ക്ലോക്കില്ലേ, അത് ഞങ്ങൾ കൊല്ലത്തൊരു ഷോപ്പിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഇത് പെർഗോള വെച്ചാണ് ഇവിടെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് അവിടെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ബെഡ്റൂമും അവിടെ വരുന്നുണ്ട്. അത് ഇത്ര സ്പേസ് ഇല്ല, ചെറിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പപ്പയമ്മയും മാത്രമേ ഉള്ളൂ. ഇവിടെ സൈഡിലൊരു വാഷ് ബേസ് വരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുക്കള. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വലിയ അടുക്കളയൊന്നും വേണ്ട, ചെറിയ അടുക്കള മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുട്ടി അടുക്കളയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു വർക്ക് ഏരിയ പോലെ. ഈ അടുപ്പിലൊന്നും വെക്കാറില്ല. നമ്മൾ പുറത്ത് വേറെ അടുപ്പ് കൊടുത്തിട്ടുണ്ട്. വിറകൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു റൂമും അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് അടുപ്പ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു തിണ്ണയുണ്ട് കേട്ടോ. പഴയ വീടിന് തിണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു വീട് വെക്കുമ്പോഴും ഇതിനും അതേപോലെ തിണ്ണയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. തിണ്ണയെന്ന് പറഞ്ഞാൽ മറ്റേ പണ്ട് പറയുന്ന പേരെന്താ, എറമ്പ് പോലത്തൊരു ഇങ്ങനെ. അപ്പം വൈകുന്നേരമൊക്കെ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. പിന്നെ ഈ കയറി വരുമ്പോൾ ഈ കാണുന്ന ഫോട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ, ഹൗസ് വാമിങ്ങിന്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്നത് നേരെ സ്റ്റെയർ റൂമിലാണ് കേട്ടോ. സ്റ്റെയർ റൂമിലേക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്റ്റെയർ റൂം. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ദച്ചുവിൻ്റെ റൂം. അവൾ അന്നേ പറയാമായിരുന്നു എനിക്ക് പിങ്ക് കളർ പെയിൻറ്റ് വേണം എന്ന്. അപ്പോൾ അത് ആ റൂം മുഴുവൻ ഒരു പിങ്ക് മയമാണ് കേട്ടോ. ഞങ്ങളിവിടെ അധികം വന്ന് നിന്നിട്ടില്ല. ശരിക്കും ഇപ്പോൾ അമ്മയുടെ ഈ കണ്ണോപ്പറേഷന് വരുമ്പോഴാണ് ഇത്രയും അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട്. നേരെ ഫ്രണ്ടിൽ കാണുന്ന റോഡാണ് കേട്ടോ. എല്ലാവരെയും കാണാൻ പറ്റുമോ അതിലെ കൂടെ പോകുന്നവരെയും വരുന്നവരെയൊക്കെ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ബെഡ്റൂമും കൂടെ ഉണ്ട് കേട്ടോ. രഞ്ജുവണ്ണൻ്റെ ആഗ്രഹം ഇതൊരു ലൈബ്രറി ആക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവിടെ നമ്മളിപ്പം ഇത്രയും നാളായിട്ടൊന്നും ചെയ്തിട്ടില്ല. നാട്ടിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടെറസ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.